ചാനൽ അയ്യാമിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷീപ്പ് പവർ എന്നുള്ള ഈ സബ്ജക്റ്റ് പൊതുവിൽ ഈ മേഖലയിലെ ചാനൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെ നടത്തുന്നതാണെന്നാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. ഷീപ്പ് പവർ എന്ന് പറയുന്നത് ലോകത്താകെ ഇന്നിപ്പോൾ വളരെ സജീവമായി ജനങ്ങളുടെ മുമ്പിൽ ഒരു ഫാക്റ്റായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. വലിയ വ്യത്യാസം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഈ കാര്യങ്ങളിൽ മുൻപേ വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട്. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ എടുത്തിട്ടുള്ള വിഷയങ്ങളിൽ പ്രത്യേകം ചർച്ചകൾ ആവശ്യമുള്ളതാണ്. AI-യുടെ ഉപയോഗം, സൈബർ ഇടം, ഇതൊക്കെ പെരിഫറലായ ഏരിയാസ് അല്ല. ഞാൻ പറയുന്നത് സൈബർ ഇടം ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകളെ ഉപദ്രവിക്കുന്നതിൻ്റെ ഒരു മേഖല തന്നെയാണ്. സൈബർ ഇടത്തിനകത്ത് സൈബർ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ പണം കൊടുക്കുന്ന സംഭവങ്ങൾ എത്ര വരുന്നു, ഇപ്പോഴും തുടരുന്നു എന്നുള്ള രസം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ടാണല്ലോ, അവരാണ് ഇതിൻ്റെ ഈ ഡിജിറ്റൽ മേഖല. ഞാൻ MLA എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ നമുക്കറിയാവുന്ന അസംബ്ലിയിൽ അവിടുത്തെ ഒരു മരണത്തിന് പോയി. അവർ ഒരു നല്ല വെൽ ഓഫ് ആയിട്ടുള്ള ഫാമിലിയാണ്, നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ മകൻ പഠിക്കുന്നത് ആന്ധ്രയിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലാണ്. മരണം ആയിട്ട് ബാക്കിയെല്ലാം ബന്ധുക്കളുള്ള ഇവരെല്ലാം വന്നു. അപ്പം വല്ലാത്ത ആശങ്കയല്ല ഈ അമ്മ, അച്ഛൻ, ഇവരുടെ ഭർത്താവ് മരിച്ച് ഈ പയ്യൻ ഇത് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ പോയി. അപ്പോൾ അവിടുന്ന് ഒരു ഫോൺ വന്നു കുറച്ചാൾ മുമ്പ്, 2 വർഷം മുമ്പാണ്. ഇവനെ ഡിജിറ്റലായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇത്ര പണം വേണമെന്നാണ് തുടങ്ങുന്ന ഡിജിറ്റൽ അറസ്റ്റിൻ്റെ കാര്യങ്ങൾ തുടരുന്നതാണ് ഈ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ നമ്മളൊക്കെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പോലീസ് സൈബർ കൂടെയൊക്കെ വിളിച്ചു. അപ്പോൾ അവരിടപെട്ടു. പക്ഷെ ഇപ്പോഴും ഈ കേസുകൾ തുടരുകയാണ്. സൈബർ മേഖലയിലെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പുണ്ട്. പിന്നെ നമുക്കറിയാം ഡിജിറ്റൽ കേസുകൾ ഉപയോഗിച്ച് ധാരാളം തട്ടിപ്പുകളുടെ കേസുകളുണ്ട്. അതിനകത്ത് പലപ്പോഴും ഇരയാക്കപ്പെടുന്നവർ പിന്നെ സ്ത്രീകളാണ്, പെൺകുട്ടികളാണെന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കും, ഇതിനകത്ത് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കും. വെൽനെസ്സും വ്യക്തിപരമായ പ്രശ്നങ്ങളും സംസാരിക്കും തീർച്ചയായും ഞാൻ കരുതുന്നു. കാരണം കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളാവുമ്പോൾ ഉണ്ടാവുന്ന ഈ സാമ്പാറും പുളിശ്ശേരിയും മാത്രമല്ല, മറ്റ് കൂട്ടുകുടുംബത്തിൻ്റെതായ ഒരു അന്തരീക്ഷമുണ്ട് പഴയതിന്. കൂട്ടുകുടുംബത്തിൻ്റെ സപ്പോർട്ട്, ആ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്കാവുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ ഇത് കുറച്ചുകൂടെ അഗ്രവേറ്റഡ് ആണ്. കാരണം ജനസംഖ്യയുടെ പ്രശ്നം വലിയ തോതിലാണ്. ഈ ജിറിയാട്രിക് ഇഷ്യൂ ആണ് നമ്മൾ നേരിടുന്ന പ്രശ്നം, നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. പോപ്പുലേഷൻ്റെ ഏജ് ഗ്രൂപ്പ് നമുക്ക് പിന്നെ കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്തുകൊണ്ട് സംരംഭകരായിക്കൂടാ? കാരണം പറ്റും. 55-60 വയസ്സിൽ റിട്ടയർമെൻറ്റ് ഏജ് അല്ല, 90 വയസ്സിലും ആക്റ്റീവാണ് നമ്മുടെ ആൾ. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ഓൾഡ് ഏജിൻ്റെ ഒരു ഇഷ്യൂസ് വരും. ന്യൂ ബോൺ കുറഞ്ഞുകൊണ്ടിരിക്കുക. 6 ലക്ഷം പേര് 1ാം ക്ലാസ്സിൽ ചേർന്ന കേരളത്തിൽ നമ്മുടെ സമയത്ത് 6 ലക്ഷം പേര് ചേർന്ന സമയത്തിൽ ഇപ്പോൾ 2,85,000 പേരെ കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ കേരളത്തിൽ എല്ലാം കൂടെ ചേർന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികൾ ഉണ്ടാവുന്നുള്ളൂ. സോ നാച്ചുറലി അതുണ്ടാക്കുന്ന ഇഷ്യൂ എന്താ? 2-3 തരത്തിലുണ്ട്. ഇപ്പോൾ സാമ്പത്തിക രംഗം നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റീവ് ഫോഴ്സ് കുറയും, ലേബർ കുറയും, വർക്ക് ചെയ്യാനുള്ള ആൾ കുറയും, പർച്ചേസിങ്ങും കുറയും. കാരണം 25% ആൾ മാത്രം എംപ്ലോയി ചെയ്യുമ്പം 75% ആൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സൊസൈറ്റിയിലെ എക്കണോമി അത് ബാധിക്കും. ഒരു പരിധിവരെ AI ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ ടെക്നോളജിയും പിന്നെ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ആളുകൾ ഇവിടെ തന്നെ നിൽക്കണം, കേരളത്തിൽ തന്നെ നിൽക്കണമല്ലോ. പ്രായമുള്ളവരുടെ മാത്രം നാടാവാൻ പാടില്ല. അപ്പം ഇങ്ങനത്തെ ഒത്തിരി സവിശേഷമായ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതിനൊക്കെ സാധ്യതയുണ്ട്.